ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അമൃതം പൊടി കൊണ്ടുള്ള ഒരു പോളയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതാണ് കേട്ടോ അമൃതം പൊടി. എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പാക്ക് കാണിക്കാൻ കേട്ടോ. നമ്മളെ കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാക്കുന്ന ഒരു പാക്കാണ്. നമുക്ക് അംഗനവാടിയിൽ നിന്നൊക്കെയാണ് ഇത് കിട്ടുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ഒക്കെ കൂടാനായിട്ട് വളരെ നല്ലതാണ്. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും എത്ര വയസ്സ് മുതലാണുള്ളതെന്നൊക്കെ. ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ എല്ലാവരും കഴിക്കൂലല്ലോ. കഴിക്കാൻ മടിയൊക്കെ ഉള്ള കുറച്ചും കൂടി വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു മിക്സാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് പോള ഉണ്ടാക്കാമെന്ന്. അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അമൃതപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പോളയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടി വലുതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവൊക്കെ കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാരണ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാലില്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കേക്ക് ഒന്ന് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ തന്നെ അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും കേട്ടോ. അപ്പം മധുരം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടുക. അതൊക്കെ ഓരോരുത്തരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. പൊടിയും കോഴിമുട്ടയും പഞ്ചസാരയും ഏലക്കായും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതിവിടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പോളാക്കാന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. പോളയുടെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം ഇവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിനി കോരി മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. പോള ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ചെറിയ പാനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞതൊക്കെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇതിപ്പോ ഞാനിവിടെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിക്സ് എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഞാനിതിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഇത് മുകളിൽ തന്നെ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്താൽ ഫുള്ളായിട്ട് അടിയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഞാനിവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഒന്ന് തുറന്ന് നോക്കാട്ടോ. ചിലപ്പോൾ വെന്തിട്ടൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വരെയൊക്കെ മതി. ഇതിപ്പോ ഞാനിവിടെ ഒരു 18 മിനിറ്റ് വെച്ചപ്പോഴാണ് ഇതേപോലെ വെന്തിട്ട് വന്നത്. ഇതിപ്പോ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ കാണുമ്പോൾ അതിന്റെ ഒരു പൊടിയൊക്കെ പോലെ തോന്നും. പക്ഷെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്ത പാട് തന്നെ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുറച്ച് ടൈം ഒന്ന് വെച്ചിരുന്നു. അപ്പൊ പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഊറിപ്പോയി. അതുകൊണ്ടാണ് ഈ മുകളിൽ ഈ കളറിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇത് മിക്സിയിൽ അടിച്ച പാട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ വലിയൊരു ലുക്കൊക്കെ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ആ ഏലക്കായുടെ ഫ്ലേവറും കോഴിമുട്ടയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. ഈ അമൃത മിക്സിലാണെങ്കിലും കൂടുതൽ നിലക്കടലയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കാം. കാണാനുള്ള ഭംഗി നോക്കിയിട്ട് ടേസ്റ്റ് ഇല്ലാന്ന് വെച്ച് ഉണ്ടാക്കി നോക്കാതിരിക്കരുത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് കണ്ടില്ല, സൈഡൊക്കെ നല്ല സോഫ്റ്റ് ആണ്.
കാണുമ്പോൾ തോന്നുന്ന പോലെയൊന്നും അല്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്